ഇതാണ് വേലായുധൻ ചേട്ടൻ. വേലായുധൻ ചേട്ടന് 85 വയസ്സായി. 40 കൊല്ലം പ്രൈവറ്റ് ബസ് ഓടിച്ച ഒരാളാണിത്. വണ്ടി ഓടിക്കുന്നുണ്ട് ചേട്ടാ? 20 അത്രേ ഉള്ളു? ഓക്കെ. ഞാൻ ഗൂഗിൾ പേ ഇല്ല എന്ന് പറഞ്ഞിട്ട് ചോദിച്ചാ കേട്ടോ. ഞാൻ ചേട്ടനെ പലപ്പോഴും കണ്ടിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ. വീട്ടിലാരൊക്കെയാ ഉള്ളേ? ഭാര്യ, മക്കളെന്ത് ചെയ്യുന്നു? ഓക്കെ. ചേട്ടൻ എത്ര വയസ്സുണ്ട് ചേട്ടാ? 84? അയ്യോ. അപ്പൊ ചേട്ടന് മുമ്പ് ജോലി എന്താ ചെയ്തിരുന്നേ? ബസ് ഓടിക്കായിരുന്നു? അടിപൊളി. ഏത് റൂട്ടിലാണ് ഓടിച്ചേ? അടിപൊളി. ചേട്ടന് അപ്പൊ ഏത് വർഷമാണ് ബസ് ഓടിച്ചിരുന്നേ? അത് ഏത് വർഷം? ഏകദേശം 10-20 കൊല്ലം മുമ്പേ അല്ലേ? 94? ബസ് ഓടിച്ച ബസ്സിന്റെ പേര് ഓർമ്മയുണ്ടോ? ആണ്ടവൻ ബസ്. അടിപൊളി. ടാറ്റ ആയിരുന്നു ലൈലൻഡ് ആയിരുന്നു? ടാറ്റ. പക്ഷെ ഇപ്പൊ ഒരുപാട് മാറിയല്ലേ ടാറ്റ ലൈലൻഡും എല്ലാം. അന്ന് ഏതായിരുന്നു? ടാറ്റ ആയിരുന്നു ലൈലൻഡ് ആയിരുന്നു നല്ലത്? അന്ന് ബെൻസ് ആയിരുന്നു നല്ലത് അല്ലേ? കോമ്പറ്റീഷൻ ഓടിയിരുന്ന ആളാണ്. ഓക്കെ. ഞാനേ പലപ്പോഴും ചേട്ടനെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ പറയുന്ന പോലെ മരടിൽ ഓട്ടം പിടിക്കാൻ നിൽക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നി നേരത്തെ ബസ് ഓടിച്ച ആളാണെന്ന് എനിക്ക് തോന്നിയോണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ചോദിച്ചത് കേട്ടോ. സന്തോഷം. ഇപ്പൊ ഒരു ബസ് തന്നെ ഓടിക്കുമോ? ഇപ്പൊ ബസ്സെല്ലാം ടെർബോയും മറ്റേ സെൻസറും എല്ലാം ഉണ്ട്. BS6 ആയി. ഏത് വണ്ടി തന്നാലും ഓടിക്കും, അതിലൊരു സംശയമില്ല. സ്പീഡ് സർഗ ഓടിച്ചിട്ടുണ്ടല്ലേ? അതും ബെൻസും തമ്മിലുള്ള വ്യത്യാസം എന്താ? വലിയ കുറയും ബെൻസിന്. സർഗോ ഓടി കയറും അല്ലേ? അപ്പൊ ടാറ്റ ബെൻസിന്റെ പ്രത്യേകത എന്താ? പെട്ടെന്ന് മൂവ് ചെയ്യും അല്ലേ? കോമ്പറ്റീഷനപ്പം ടാറ്റ ബെൻസ് ആണ് നല്ലത്. അടിപൊളി. അപ്പം എന്തായാലും ഭയങ്കര സന്തോഷം ചേട്ടനെ പോലെ ഒരാളിൻ്റെ കൂടെ യാത്ര ചെയ്യാൻ പറ്റിയത്. ഇതാണ് വേലായുധൻ ചേട്ടൻ. വേലായുധൻ ചേട്ടന് 85 വയസ്സായി. 40 കൊല്ലം പ്രൈവറ്റ് ബസ് ഓടിച്ച ഒരാളാണിത്. കുറച്ച് നേരം സംസാരിക്കാൻ പറ്റുള്ളൂ. എന്തായാലും വലിയ സന്തോഷം വേലായുധൻ ചേട്ടാ. ഓക്കെ, താങ്ക് യു. ഓക്കെ ചേട്ടാ, ഓക്കെ.